റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള 20-ദിന സമാധാന പദ്ധതിയിന്മേൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്ന ചർച്ചയിൽ മികച്ച പുരോഗതിയെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. പുടിനുമായി ഫോണിൽ സംസാരിച്ചെന്നും റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ട്രംപും പുടിനും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തിയത്. ഫ്ലോറിഡയിലെ മാർ എ ലാഗോയിലായിരുന്നു സെലൻസ്കിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച. എന്തായാലും വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് രശ്മി ചേരുകയാണ്. രശ്മി, ഗുഡ് മോർണിംഗ്. മുൻപും ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അത് ഊർജിതമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അത് അവസാനിപ്പിച്ചു എന്നൊരു തോന്നലിലേക്ക് എത്തിയിരുന്നെങ്കിലും പിന്നീട് കരാറിൽ ഒപ്പുവെക്കുന്നത് തുടർന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ 20-ദിന പദ്ധതിയിൽ അതിനോട് അനുഭാവപൂർണമായ നിലപാട് സെലൻസ്കി അടക്കമുള്ള ആളുകൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോഴും റഷ്യ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? കഴിഞ്ഞ തവണയും റഷ്യയുടെ പ്രതികരണം വൈകിയിരുന്നു. പിന്നീടാണ് ഈ കരാർ അട്ടിമറിക്കപ്പെട്ടതും. അങ്ങനെയാണെങ്കിൽ ഈ പദ്ധതിയിന്മേൽ ഇരു രാജ്യങ്ങളും നിലവിലെടുക്കുന്ന സമീപനം എന്താണ് രശ്മി? ജിൽസി, ഫ്ലോറിഡയിലുള്ള ട്രംപിന്റെ വസതിയിൽ വെച്ചാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയത്. ട്രംപ് മുന്നോട്ട് വെച്ച 20-ദിന പദ്ധതിക്ക് സെലൻസി 90% അംഗീകരിച്ചു എന്നാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന വാദം. ഇതിൽ യുക്രൈന്റെ ബഫർ സോൺ അടക്കം 4 വർഷത്തോളമായി റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി നാറ്റോയിൽ ചേരുന്നതുമായി സംബന്ധിച്ചുള്ള ഈ ഒരു കാര്യത്തിലടക്കം തീരുമാനമാവണം. അത്തരം കാര്യങ്ങളിൽ ഈ 20-ദിന പദ്ധതികളിൽ ബഫർ സോൺ, അതിർത്തി, നാറ്റോയിൽ ചേരുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരുത്തേണ്ടതുണ്ട്. അവസാനഘട്ട ചർച്ചകളിലേക്ക് അധികം വൈകാതെ തന്നെ കടക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം വെടിനിർത്തൽ ചർച്ചയോട് അല്ലെങ്കിൽ വെടിനിർത്തൽ കരാറിനോട് റഷ്യൻ പ്രസിഡന്റിന് അനുഭാവമാണ് ഉള്ളതെന്നും ട്രംപ് പറയുന്നുണ്ട്. അദ്ദേഹവുമായി താൻ ഫോണിൽ സംബന്ധിച്ചു. അദ്ദേഹത്തിന് വെടിനിർത്തൽ കരാറിനോട് താല്പര്യമുണ്ടെന്നാണ് ട്രംപിന്റെ വാദം. എന്നാൽ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് സെലൻസ്കിയും ട്രംപ് തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ സമാധാന കരാറിൽ എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചർച്ച അലസിപ്പിരിയുന്ന, വൈറ്റ് ഹൌസിൽ വെച്ച് ചർച്ച അലസിപ്പിരിയുന്ന ഒരു കാഴ്ച ഈ വർഷം തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ലോകം ഈ ഒരു 4 വർഷ യുദ്ധത്തിന് ഈ സമാധാന കരാറോടെ പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷയോടെയാണ് ലോകം കാണുന്നത്. ട്രംപിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ 2ാം തവണ പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ ലോകം ഉറ്റുനോക്കിയ 2 വലിയ യുദ്ധങ്ങൾ നിർത്തലാക്കാൻ തന്റെ ഇടപെടലോടെ കഴിഞ്ഞു എന്ന ഒരു വാദമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ കൂടിക്കാഴ്ചകൾക്ക് മുൻകൈ എടുക്കുന്നത്. നമ്മൾ കണ്ടതാണ് സമാനമായി ഗാസയിലും ഇസ്രായേൽ വെടിനിർത്തലിന് വേണ്ടി അദ്ദേഹം ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുകയും അതുപ്രകാരം ഹമാസും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാറിന് ധാരണയാകുന്നതും മറ്റും നമ്മൾ കണ്ടതാണ്. സമാനമായ പദ്ധതിയാണ് യുക്രൈൻ റഷ്യ യുദ്ധത്തിലും ട്രംപ് സ്വീകരിക്കുന്നത്. ജിൽസി, ശരി, നമുക്കിപ്പോൾ ഇപ്പോൾ BK സുഹൈൽ കൂടി ചേരുന്നുണ്ട്. സുഹൈൽ, ഈ ട്രംപ് മുന്നോട്ട് വെക്കുന്ന കരാർ നിർദ്ദേശങ്ങൾ യുക്രൈൻ ഓക്കെയാണ്, കഴിഞ്ഞ തവണയും അത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ റഷ്യ എങ്ങനെ എടുക്കുന്നു? റഷ്യയുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകുമോ എന്നതാണ് ചോദ്യം. ഇപ്പോൾ ഈ ശ്രമം മുമ്പ് പാളിപ്പോയ ഒരു ശ്രമം ഒരു വട്ടം കൂടി ട്രംപ് അതിന് മുന്നിട്ടിറങ്ങുന്നു. ഇത്തവണ ഇത് വിജയിക്കുമെന്ന തോന്നലുണ്ടോ സുഹൈൽ? സൈഫുദ്ദീൻ, ഇപ്പോൾ 3ാമത്തെ തവണയാണ് സെലൻസ്കി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ കൂട്ടത്തിൽ ഒരു കൂടിക്കാഴ്ച എന്നതിനപ്പുറം വലിയ പ്രതീക്ഷകളൊന്നും യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഈ കൂടിക്കാഴ്ച കൊണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം പ്രധാനപ്പെട്ട ഇഷ്യൂസ് ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും ഒന്നാമത്തേത് ഡോൺബാസുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഡൊണറ്റ്സ്ക് റീജിയന്റെ 25% ഈസ്റ്റേൺ യുക്രൈനിലുള്ള അത് ഒരു ബഫർ സോണായി നിലനിൽക്കണം. ആദ്യം അത് റഷ്യക്ക് കൈമാറണം എന്നുള്ളതായിരുന്നു ട്രംപിന്റെ നിർദ്ദേശം. അത് ഏറ്റവും ചുരുങ്ങിയത് ഒരു എക്കണോമിക് സോണായി, ഒരു ഫ്രീ സോണായി നിലനിർത്തണം എന്നുള്ളതാണ്. പക്ഷേ അവിടെ അപ്പോഴും റഷ്യൻ സൈന്യത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഒരിക്കലും ഈ പ്രശ്നത്തിന്റെ മർമ്മപ്രധാനമായിട്ടുള്ള ഡോൺബാസ് മേഖല ഇപ്പോഴും പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. 2ാമത്തെ കാര്യം സപ്പറോഷ്യ ആണവ നിലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഈ ആണവ നിലയം റഷ്യയും യുക്രൈനും അമേരിക്കയും ചേർന്ന് നടത്തുകയും അതിന്റെ ഫലം ഈ ഒരു 3 കൂട്ടരുടെയും നേതൃത്വത്തിൽ പുറത്തേക്ക് വിടുകയും ചെയ്യുക എന്നുള്ളതാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. പക്ഷേ ഇതും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഒരു റഷ്യക്ക് സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഈ സപ്പറോഷ്യ ആണവ നിലയത്തിന്റെ കാര്യത്തിൽ സെലൻസ്കി എടുക്കുന്ന നിലപാട്. 3ാമത്തെ കാര്യം, ഈ യുക്രൈന് പൂർണ്ണമായിട്ടുള്ള ഒരു സുരക്ഷാ ഗ്യാരണ്ടി അമേരിക്ക നൽകണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കാൻ ട്രംപും തയ്യാറായിട്ടില്ല. ഈ 3 കാര്യങ്ങളാണ് യുക്രൈൻ റഷ്യ യുദ്ധം ഇപ്പോഴും നീണ്ടുപോകാനുള്ള കാര്യം. ആ 3 കാര്യങ്ങളിലും ഒരു തീരുമാനവുമാകാതെയാണ് സെലൻസ്കി വീണ്ടും മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിനേക്കാൾ അപ്പുറം
ഈ വിഷയത്തിൽ പുടിൻ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടുമില്ല. ഇക്കാര്യത്തിൽ ഏറ്റവും യുദ്ധം തുടങ്ങിയത് പുടിനാണ് എന്നാണ് പാശ്ചാത്യൻ ചേരി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് പുടിനാണ്. പുടിൻ ഇക്കാര്യത്തിൽ ഒന്നും പ്രതികരിക്കുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ മാസങ്ങളായി നമ്മൾ കാണുന്ന അമേരിക്കൻ പര്യടനം അത് വൈറ്റ് ഹൗസിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് മാറി, മാരലോഗോ ബീച്ചിലേക്ക് മാറി എന്നതിലപ്പുറമായി ഒരു പുരോഗതിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ സുഹൈൽ പറയുന്നത് ഒരു വെടിനിർത്തലിലേക്ക് ഉടനടി എത്താനുള്ള സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനം എന്താണ്? നേരത്തെയും അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിൽ ഇതാ സമാധാനത്തിനരികെ എത്തി എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ചില ഭൂമികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു നൽകേണ്ട ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഈ ഒരു 20 ദിന കരാറുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നൽകണമെങ്കിൽ അതൊരു ജനഹിത പരിശോധനയൊക്കെ നടത്തി വേണം നൽകാൻ. സ്വാഭാവികമായിട്ടും അത്തരം പ്രോസസ്സുകളൊന്നും നടക്കാത്തൊരു സാഹചര്യത്തിൽ തന്നെ ഇതൊക്കെ ഒരു വലിയൊരു നീളമുള്ളൊരു പ്രോസസ് ആയിരിക്കുമെന്ന് തന്നെ മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ചർച്ചയ്ക്കപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു നടപടി എന്നുള്ളതാണോ? തീർച്ചയായും ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വലിയ മാറ്റങ്ങളൊന്നും ഈ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഏറ്റവും നിർണായകമായ കാര്യം പുടിനുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നതാണ്. പക്ഷെ അപ്പോഴും ട്രംപ് പറയുന്നില്ല ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമീപനം പുടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത്. അതേപോലെ തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ മറ്റൊരു കളിക്കാരാണ് യൂറോപ്യൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് യൂറോപ്യൻ ലീഡേഴ്സ് എല്ലാവരും ചേർന്നുകൊണ്ട് ഫ്രഞ്ച് പ്രസിഡന്റും അതേപോലെ തന്നെ ജർമ്മൻ ചാൻസലർ അടക്കമുള്ള ഒരു ടീം വൈറ്റ് ഹൗസിലെത്തി സെലൻസ്കിക്കൊപ്പം ട്രംപിനെ കാണുക എന്നുള്ളതാണ്. ഈ വിഷയത്തിലെല്ലാം സെലൻസ്കിയുടെ നിലപാടുകൾക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടത് യൂറോപ്യൻ യൂണിയൻ നേതാക്കളാണ്. ഈ നേതാക്കളുടെ സമ്മർദ്ദത്തോടു കൂടി ട്രംപിനെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സെലൻസ്കിയുടെ ഒരു ലക്ഷ്യം. കാരണം യുക്രൈനിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിൽ യൂറോപ്പിന് വലിയ കൺസേൺ ഉണ്ട്. പക്ഷെ അപ്പോഴും അത്തരം സമ്മർദ്ദങ്ങൾക്ക് ട്രംപ് വഴങ്ങിയാൽ തന്നെ പുടിൻ വഴങ്ങാൻ ഒരു സാധ്യതയുമില്ല. കാരണം പുടിനെ സംബന്ധിച്ചിടത്തോളം ഉറച്ച ചില നിലപാടുകളുണ്ട്. ഡോൺബാസ് മേഖല അവർക്ക് വിട്ടുകൊടുക്കണം. സപ്പോറേഷ്യ ആണവ നിലയം ഒരു ഭീഷണിയായി നിലനിൽക്കാൻ പാടില്ല. ഒരിക്കലും യുക്രൈൻ നാറ്റോയുടെ അംഗമാകാൻ പാടില്ല. അമേരിക്ക യുക്രൈന് സുരക്ഷ നൽകും എന്ന് പറയുമ്പോൾ അത് റഷ്യക്ക് തിരിച്ചടിയാകുന്ന നിലയിൽ ആകാൻ പാടില്ല എന്നടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ പുടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ആരെങ്കിലും ഉണ്ടായാൽ മാത്രമേ ഒരു വെടിനിർത്തലിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും സുഹേൽ, അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്നൊരു സമാധാനത്തിലേക്ക് എത്തുക എന്നുള്ളത് അത് കുറച്ചധികം നീണ്ടൊരു പ്രോസസ്സിലൂടെ മാത്രമേ സാധ്യമാകൂ. ഒപ്പം തന്നെ സുഹേൽ, നമുക്കറിയാം ഈ ഗസയിൽ ഈ സമാനമായി തന്നെയാണ് വെടിനിർത്തൽ, ആദ്യഘട്ട വെടിനിർത്തൽ തുടരുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതൊരു പൂർണ്ണമാർത്ഥത്തിൽ ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. അതിനിടെ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വളരെ നിർണായകമാകുന്ന നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്താണുള്ളത്? ജിൽസി, രണ്ടാം ഘട്ട വെടിനിർത്തൽ ഈ ഒരു പുതുവർഷത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ട്രംപ് ടീം കാണുന്നത്. പുതുവർഷത്തോടു കൂടി എല്ലായിടത്തും സമാധാനം കൊണ്ടുവരാൻ സാധിച്ചു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ ട്രംപിന്റെ മാഗ ടീം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് മധ്യസ്ഥ രാജ്യങ്ങളായ തുർക്കിയുമായും ഖത്തറുമായും ഈജിപ്തുമായും നിരന്തരമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ട് ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ട് അതിലേക്ക് പോകുന്നത്. അതിലേറ്റവും നിർണായകമായ കാര്യം ഒരു അന്താരാഷ്ട്ര ഭരണ സമിതി ഗസയിൽ നിലവിൽ വരിക. ട്രംപ് ആയിരിക്കും അതിന്റെ അധ്യക്ഷൻ. വിവിധ രാജ്യങ്ങളുടെയും അതേപോലെ തന്നെ ഫലസ്തീൻ ടെക്നോക്രാറ്റുകളുടെയും നേതൃത്വത്തിൽ ഒരു ഭരണ സമിതി ഗസയിൽ വരിക എന്നുള്ളതാണ്. അതോടൊപ്പം ഹമാസിനെ ഡീമിലിറ്ററൈസ് ചെയ്യാനുള്ള, അവരുടെ ആയുധങ്ങളെ ഒഴിവാക്കാനുള്ള, ഗസയിൽ നിന്നും അതിനെ നിഷ്കാസനം ചെയ്യാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. അതിനുവേണ്ടി ഒരു അന്താരാഷ്ട്ര സേന കൂടി അവിടേക്ക് വരിക. ഇതൊക്കെയാണ് രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ. പക്ഷെ അത് അത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യവുമല്ല. കാരണം ഹമാസിനെ കൂടി മുൻകൈ എടുത്തുകൊണ്ട് മാത്രമേ, ഹമാസിനെ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ അക്കാര്യത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ സേന അവിടെ നിന്ന് പിൻവാങ്ങില്ല എന്ന ഉറച്ച നിലപാടിൽ അവർ നിൽക്കുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അന്താരാഷ്ട്ര സേന വരികയും ട്രംപിന്റെ അധ്യക്ഷതയിൽ ഒരു ഭരണസമിതി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഇസ്രായേൽ സേന അവിടെ നിന്ന് പിൻവാങ്ങണം എന്ന നിലപാട് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇസ്രായേൽ അതിന് ഇപ്പോഴും തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ യുക്രൈൻ യുദ്ധത്തിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും സമാധാന ചർച്ച അത്ര സിമ്പിളായ ഒരു കാര്യം അല്ല. വളരെ സങ്കീർണമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നു.
യെല്ലോ ലൈനിന് അപ്പുറത്തേക്ക്, അതായത് ഗസയെ രണ്ടായി പകുത്ത് അതിനിടയിൽ ഒരു യെല്ലോ ലൈൻ വരച്ച് അതിന്റെ പകുതി ഭാഗത്ത് ഇസ്രായേൽ സേന നിലയുറപ്പിച്ചു നിൽക്കുകയാണ്. അതും പൂർണ്ണമായി പിൻവാങ്ങണം എന്നാണ് ഇപ്പോൾ ഈ ഒരു രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായുള്ള നിർദ്ദേശം. പക്ഷേ അത് പിൻവാങ്ങാൻ സന്നദ്ധമല്ല. അപ്പുറത്തുള്ള കാര്യങ്ങൾ ഹമാസ് പൂർണ്ണമായും ഇല്ലാതെയാകണം, അതേപോലെ തന്നെ പുതിയ ഭരണസമിതി വരണം. ഇതൊക്കെയാണ് രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായുള്ളത്. അപ്പോൾ ഈ മധ്യസ്ഥ രാജ്യങ്ങളെ പൂർണ്ണമായും ഇസ്രായേലിന് അനുകൂലമായ പ്രക്രിയയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ അത് എല്ലാ കാലത്തേക്കും ഗസയുടെയും ഫലസ്തീന്റെയും ഭാവി ഇരുളടഞ്ഞതാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്ന ആരോപണങ്ങളും വരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വെടിനിർത്തൽ ചർച്ചകൾ, രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഏറെ ടെറിഫിക്കാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടേറിയതാണ് എന്ന് തന്നെയാണ് ട്രംപുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്.